ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വന്തമായി ഒരു വീട്, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥനയോ പരിശ്രമമോ? ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കൂ. അതുപോലെ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിൽ പലർക്കും ഒരു വലിയ സ്വപ്നമുണ്ട്, സ്വന്തമായി ഒരു ചെറിയ വീട്. വലിയ ബംഗ്ലാവ് ആവണമെന്നില്ല, പക്ഷേ നമ്മളുടേത് എന്ന് പറയാൻ പറ്റുന്ന ഒരു വീട്. അതൊരു സുരക്ഷയാണ്, അതൊരു സന്തോഷമാണ്, അതൊരു കുടുംബത്തിൻ്റെ സമാധാനമാണ്. പക്ഷെ ഒരു ചോദ്യം പലർക്കും ഉണ്ടാകും, സ്വന്തം വീട് കിട്ടാൻ എന്ത് ചെയ്യണം? ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മതിയോ? അതോ പണം സേവ് ചെയ്താൽ മാത്രം മതിയോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം, സംസാരിക്കാം. എല്ലാ വലിയ കാര്യവും ആദ്യം ഒരു സ്വപ്നമായാണ് തുടങ്ങുന്നത്. നമ്മൾ ശരിക്കും ഒരു വീട് വേണം എന്ന് ഹൃദയത്തിൽ നിന്നും ആഗ്രഹിക്കണം. ചിലർ പറയാറുണ്ട്, എനിക്ക് വീട് വേണം, പക്ഷെ എങ്ങനെ കിട്ടും? ആ പക്ഷേ ഇങ്ങനെ സംശയത്തോടെ ചിന്തിച്ചാൽ ആ സ്വപ്നം പലപ്പോഴും അകന്നു പോകും. പക്ഷേ നമ്മൾ ഉറപ്പായി തീരുമാനിച്ചാൽ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കും, അപ്പോഴാണ് അതിലേക്കുള്ള വഴികൾ തുറക്കുന്നത്. ആ പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റണം. നമ്മൾ തീർച്ചയായും ആ വീട്ടിൽ താമസിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമ്മുടെ സ്വപ്ന ഭവനം ലഭിക്കാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഒരു ശക്തിയാണ്. പ്രാർത്ഥന നമുക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകും. പലരും പറയാറുണ്ട്, ഗുരുവായൂർ കണ്ണനെ ഞാൻ പ്രാർത്ഥിച്ചു, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വീട് കിട്ടി. അതായത് പ്രാർത്ഥന മാത്രം മതി എന്നല്ല, പക്ഷേ പ്രാർത്ഥന നമ്മളെ ശക്തരാക്കും. ഭഗവാനോട് പറയുക, എനിക്കൊരു വീട് വേണം, അതിനു വേണ്ട പരിശ്രമം ചെയ്യാനുള്ള ശക്തി തരണേ ഭഗവാനെ. സ്വപ്നമുണ്ടെങ്കിൽ മാത്രം മതി എന്നല്ല, നമ്മൾ അതിനായി പ്രവർത്തിക്കണം. വീട് വാങ്ങാൻ ഏറ്റവും പ്രധാനമായത് സേവിങ്സ് ആണ്. ചിലർ ചിന്തിക്കും, ഇത്ര ചെറിയ ശമ്പളത്തിൽ എങ്ങനെ പണം സേവ് ചെയ്യാം? പക്ഷെ സത്യം എന്താണെന്നറിയാമോ? വലിയ പണം ഒരുമിച്ച് വരില്ല, ചെറിയ തുകകളായി ആണ് അത് വളരുന്നത്. ഉദാഹരണം, ഒരു മാസം 1000 അല്ലെങ്കിൽ 2000 ഇങ്ങനെ കുറച്ച് കുറച്ചായി സേവ് ചെയ്ത് അത് ഒരു ദിവസം വലിയ തുകയായി മാറും. ഇന്നത്തെ കാലത്ത് വീട് വാങ്ങാൻ പല വഴികളുമുണ്ട്. ഹോം ലോൺ, ഗവൺമെന്റ് സ്കീം, ലോ കോസ്റ്റ് ഹൗസിംഗ്. നമ്മൾ ശരിയായി അന്വേഷിച്ചാൽ നമ്മൾക്ക് അനുയോജ്യമായ വഴികൾ കണ്ടെത്താം. അതിനാൽ ഒരു കാര്യം ഓർക്കണം, സ്വപ്നം പ്ലസ് പരിശ്രമം പ്ലസ് പ്ലാനിങ് ഈക്വൽ ടു സ്വന്തമായി നല്ലൊരു സ്വപ്ന ഭവനം. അവസാനമായി ഒരു കാര്യം പറയാം, സ്വന്തമായി ഒരു വീട് പലർക്കും വലിയ സ്വപ്നമാണ്. പക്ഷെ ആ സ്വപ്നം അസാധ്യമല്ല. നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനെ വിശ്വസിക്കുക, പണം സേവ് ചെയ്യുക, കഠിനമായി പരിശ്രമിക്കുക, ശരിയായ പ്ലാനിങ് ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞാൻ എടുത്ത ഓരോ ചെറിയ ശ്രമവും വിലപ്പെട്ടതായിരുന്നു എന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള നല്ല വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.